ഇന്ന് ഒരു സാമ്പാർ ഉണ്ടാക്കാം. സാധാരണ നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കഷ്ണങ്ങളും ഇല്ല, എങ്ങനെ സാമ്പാർ ഉണ്ടാക്കും എന്നൊക്കെ വിചാരിക്കും. ഇന്നത്തെ സാമ്പാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാറാണ്. എല്ലാവരുടെയും വീട്ടിൽ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ടാവും. അപ്പൊ നമ്മുടെ വീട്ടിൽ ഉള്ളി ഉണ്ടാവും, അതുപോലെ പരിപ്പുണ്ടാവും, പുളി ഉണ്ടാവും, പിന്നെ മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ ടേസ്റ്റിലുള്ള സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ പേര് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഉള്ളി സാമ്പാറാണെന്ന്. പിന്നെ ഉള്ളി സാമ്പാർ കഴിച്ചിട്ടില്ലാത്ത ആളുകൾ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. കഴിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം ഉള്ളി സാമ്പാറിന്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. പിന്നെ ഞാൻ ഉള്ളി സാമ്പാർ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കൂ. അപ്പോൾ ഈ സാമ്പാർ നമുക്ക് ദോശയുടെയും ഇഡ്ഡലിയുടെയും ചോറിന്റെയും എല്ലാം കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു ഉള്ളി സാമ്പാർ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കൂ. അതുപോലെ തന്നെ സാമ്പാർ പൊടി ചേർത്തിട്ടായതുകൊണ്ട് ഇപ്പോൾ ബാച്ചിലേഴ്സിനാണെങ്കിലും ജോലിക്ക് പോകുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളി സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഉള്ളി സാമ്പാറിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/4 കിലോ ഉള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. തൂരപ്പരിപ്പ് ഞാനിപ്പോൾ 2 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തതാണ്. പിന്നെ ഇത് കായം, നിങ്ങൾക്ക് കായപ്പൊടി ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ കായത്തിൻ്റെ പീസ് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഈ കായാണ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായത്തിൻ്റെ കഷ്ണം ചേർക്കുമ്പോൾ സാമ്പാറിന് ടേസ്റ്റ് കൂടും കായപ്പൊടിയേക്കാൾ. അതുകൊണ്ടാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ കായപ്പൊടി ഉള്ളതെന്നുണ്ടെങ്കിൽ കായപ്പൊടി തന്നെ ഉപയോഗിക്കാം. പിന്നെ ഇത് നമ്മൾ വാളൻപുളി ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ 1/4 കിലോ ഉള്ളിയിൽ നിന്ന് ഞാനൊരു 5-6 ഉള്ളി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് വറവിടാനായിട്ട്. ബാക്കിയുള്ള ഉള്ളിയാണിത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ ഉള്ളിയാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും വലിപ്പമുള്ള ഉള്ളിയൊക്കെ ആണെങ്കിൽ രണ്ടായിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത്, നമ്മൾ ഉലുവ വറവിടാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉലുവപ്പൊടി വേണം, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, ശർക്കര. അപ്പോൾ നിങ്ങൾ വറുത്തരച്ചാണ് ചേർക്കുന്നതെങ്കിൽ സാമ്പാർ പൊടി ചേർക്കണ്ട. ഞാനിപ്പോൾ എളുപ്പമുള്ള രീതിയിലുള്ള സാമ്പാർ ആയതുകൊണ്ടാണ് സാമ്പാർ പൊടി ചേർക്കുന്നത്. പിന്നെ നമുക്ക് വറവിടാനായിട്ട് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ആ ഉള്ളിയിൽ നിന്ന് ഒരു 4-5 ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില, ഉലുവ, കടുക്, പച്ചമുളക്. പിന്നെ ഈ പച്ചമുളക് എടുത്തിരിക്കുന്നത് നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ ചേർക്കാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം പരിപ്പും കുക്ക് ചെയ്യാൻ വയ്ക്കാം, ഒപ്പം തന്നെ ഉള്ളിയും വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ പരിപ്പ് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത്രയുള്ള ഒരു പീസ് കായം പരിപ്പിൻ്റെ കൂടെ തന്നെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി പരിപ്പ് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് ഈ പരിപ്പ് 2 വിസിൽ വരുമ്പോൾ കുക്കായി കിട്ടും. അപ്പോൾ 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പരിപ്പ് കുക്ക് ചെയ്ത് മാറ്റിയതിന് ശേഷം വേറെ പാൻ വെച്ചിട്ടുണ്ട്. ഇത് ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഉള്ളി ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, 2ആയിട്ട് മുറിച്ചെടുത്തിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല, പരിപ്പിലും ഉപ്പ് ചേർത്തിട്ടില്ല. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. നമ്മൾ ഉള്ളി തീയൽ ഉണ്ടാക്കുമ്പോൾ വഴറ്റുന്ന അത്രയും വഴറ്റേണ്ട ആവശ്യമില്ല, അതിലും കുറച്ചുകൂടി കുറവൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നിങ്ങൾ കായപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ പരിപ്പിൽ ചേർത്ത് കുക്ക് ചെയ്യണം എന്നില്ല. ഞാൻ കായത്തിൻ്റെ കഷ്ണം ചേർത്തതുകൊണ്ടാണ് പരിപ്പിലേക്ക് ചേർത്ത് കുക്ക് ചെയ്തത്. കായപ്പൊടിയാണെങ്കിൽ നമ്മളിനി പൊടികൾ ചേർത്ത് കഴിയുമ്പോൾ പരിപ്പും ഉള്ളിയും കൂടി മിക്സ് ചെയ്യുമ്പോൾ ആ സമയത്ത് കായപ്പൊടി ചേർത്താൽ മതി. ഈ പരിപ്പിൻ്റെ കൂടെ ചേർത്ത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി ലൈറ്റായിട്ടൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് പൊടികൾ ചേർക്കാം. നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, ആകെ എടുത്തത് 1/2 ടീസ്പൂണാണ്. അതിൽ 1/4 ടീസ്പൂൺ പരിപ്പിലേക്ക് ചേർത്തിട്ടുണ്ട്. ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി,
മഞ്ഞൾപ്പൊടി ഒന്ന് ഇളക്കി ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടി, ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ സാമ്പാർ പൊടി നമ്മൾ ചേർക്കുന്നത് കൊണ്ടാണ് മല്ലിപ്പൊടി കുറച്ച് ചേർക്കുന്നത്. മല്ലിപ്പൊടിയുടെ ആ റോസ് സ്മെല്ലൊന്ന് പോയി തുടങ്ങുന്ന ഒരു സമയം ഒന്ന് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇളക്കുന്നത്, ഹൈ ഫ്ലെയിം അല്ല. അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡർ അല്ല, സാധാരണ മുളക് പൊടിയാണ്. ഇതും 1/2 ടീസ്പൂണാണ്. ഈ മുളക് പൊടിയും ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് സാമ്പാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ പരിപ്പിൽ ഉപ്പ് ചേർത്തിട്ടില്ല, ഉള്ളിയിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ചേർക്കാം. അതുപോലെ തന്നെ നമ്മുടെ സാമ്പാർ പൊടി ഞാനിപ്പോൾ 2.5 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. അതിലൊരു 1/4 ടീസ്പൂൺ മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ സാമ്പാർ പൊടിയുടെയും ആ റോസ് സ്മെല്ലൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരണം. അപ്പോൾ നിങ്ങൾക്ക് പൊടികൾ ചേർക്കുമ്പോൾ എണ്ണ കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കണം. അപ്പോൾ നമ്മുടെ സാമ്പാർ പൊടിയും കുക്കായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കാം. അതുപോലെ തന്നെ പരിപ്പ് ചേർത്തൊന്ന് ഇളക്കിയിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ, പുളി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചത്, ആ പുളി ഒന്ന് അരിച്ച് ചേർക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കുറുകി വരണം. ഈ സാമ്പാർ ഉള്ളിയിലേക്കും പരിപ്പിലേക്കും ഒക്കെ നന്നായിട്ട് പിടിച്ചു വരണം. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 2 പിഞ്ച് ഉലുവപ്പൊടി ചേർക്കാം. നമ്മൾ ഉലുവ വറവിടുമ്പോൾ ചേർക്കുന്നുണ്ട്. സാമ്പാർ പൊടിയിൽ ഉലുവ ഉണ്ടെങ്കിലും ഉലുവപ്പൊടിയും കൂടി ചേർക്കുമ്പോഴേ സാമ്പാർ പെർഫെക്റ്റ് ആവുള്ളൂ. ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ. തിളച്ച് ഉള്ളിയും പരിപ്പും എല്ലാം ചേർന്ന് നന്നായി മിക്സ് ആയി വരട്ടെ. അതുപോലെ തന്നെ ഉള്ളിയിലേക്കും പരിപ്പിലേക്കും നമ്മൾ ചേർത്തിരിക്കുന്ന പുളിയൊക്കെ പിടിക്കണം. അപ്പോൾ ഇതൊന്ന് അടച്ചു വയ്ക്കാം. തിളയ്ക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ സാമ്പാർ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾ സാമ്പാറിൻ്റെ ഗ്രേവി ചെക്ക് ചെയ്യുക. വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് സമയം നമ്മൾ ഇങ്ങനെ ഇട്ട് തിളപ്പിച്ചാലേ ആ പുളി കറക്റ്റായിട്ട് ഉള്ളിയിലേക്കും പരിപ്പിലേക്കും പിടിച്ചു വരുള്ളൂ. അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇനി ചേർക്കുന്ന വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർക്കുക. ഇനി പച്ചവെള്ളം ചേർക്കരുത്. തിളച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ സാമ്പാറിന് പച്ചച്ചുവ വരും. അതുകൊണ്ട് ഇനി പച്ചവെള്ളം ചേർക്കരുത്, ഇനി ചൂടുവെള്ളം ചേർക്കുക വെള്ളം ആവശ്യമായിട്ട് വരികയാണെങ്കിൽ. അപ്പോൾ ഇതൊന്ന് കുറുകി വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. ഇപ്പോൾ നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടൊരു 8 മിനിറ്റായി. അപ്പോൾ ഈ ഒരു പാകത്തിലാവുമ്പോൾ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അധികം കുറുകിയ സാമ്പാർ വേണ്ടാന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടി കുറുകിയ സാമ്പാർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് തിളപ്പിക്കുക. അപ്പോൾ ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ചെക്ക് ചെയ്യുക. പുളി കറക്റ്റാണ്, ഉപ്പും കറക്റ്റാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട്. ശർക്കര ചേർത്താലേ സാമ്പാർ പെർഫെക്റ്റ് ആവുള്ളൂ. 1 ടേബിൾ സ്പൂൺ ശർക്കരയാണ് എടുത്ത് വെച്ചിരുന്നത്. അതിൻ്റെ പകുതി ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ശർക്കര മിക്സ് ചെയ്തിട്ട് വീണ്ടും ഉപ്പും മധുരവും മധുരമൊക്കെ കറക്റ്റ് ചെയ്യുക. ശർക്കരയുടെ മധുരം കറക്റ്റ് ആണെങ്കിൽ ഇനി ചേർക്കേണ്ട. അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് പുളിയുടെയും ഉപ്പിൻ്റെയും മധുരത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തുക. പക്ഷേ ശർക്കര ചേർത്തില്ലെങ്കിൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ആവില്ല കേട്ടോ. അപ്പോൾ മധുരവും കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് 2 മിനിറ്റും കൂടി തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വറവ് ചേർക്കാം. അപ്പോൾ ഞാൻ ഇത്രയുമാണ് സാമ്പാർ വറ്റിച്ചെടുക്കുന്നുള്ളൂ, ഒരുപാട് അങ്ങ് തിക്കായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വറവ് റെഡിയാക്കാം. അപ്പോൾ വേറൊരു പാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ വറവ് റെഡിയാക്കാനായിട്ട് വേറെ പാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ഇത്
നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിയും കൂടി വറവിട്ട് ചേർക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും വെളിച്ചെണ്ണ. ഇല്ലെങ്കിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത്രയും വെളിച്ചെണ്ണ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുന്നുണ്ട്. നമുക്ക് കടുക് ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. ഉലുവയും ഒന്ന് ചൂടായി കളർ മാറി വരുമ്പോൾ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഉള്ളി ഉണ്ടല്ലോ, ഇത് ചേർക്കുക. ഇനി ഉള്ളി ഒന്ന് ഗോൾഡൻ കളറായി വരണം. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പിലയും മുറിച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും ചേർക്കാം. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മൾ ബാക്കി വെച്ചിരുന്ന സാമ്പാർ പൊടി ഉണ്ടല്ലോ, അത് ചേർക്കുക. ഈ സാമ്പാർ പൊടി ഒന്ന് കുക്കായി വരണം, കരിഞ്ഞു പോകരുത്. ഇങ്ങനെ നമ്മൾ അവസാനം സാമ്പാർ പൊടി ഒന്ന് മൂപ്പിച്ച് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പാറിന് നല്ലൊരു മണവും കിട്ടും, അതുപോലെ ടേസ്റ്റും കൂടും. നമ്മളിപ്പോൾ പുളിശ്ശേരിക്ക് മുളക് പൊടി ലാസ്റ്റ് ഇതുപോലെ വറവിടുമ്പോൾ ചേർക്കില്ല, അതുപോലെയാണ് സാമ്പാർ പൊടി ചേർക്കുന്നത്. അപ്പോൾ ഇത് സാമ്പാർ പൊടി കുക്കായിട്ട് നമുക്കിത് മാറ്റിയിട്ട് സാമ്പാറിലേക്ക് ചേർക്കാം. നമുക്കിനി ഇത് സാമ്പാറിലേക്ക് ഒഴിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉടനെ തന്നെ അടച്ചു വയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വറവ് ചേർത്തതിൻ്റെ ആ ഉള്ളിയുടെയും വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും എല്ലാ സ്മെല്ലൊക്കെ നമ്മുടെ സാമ്പാറിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സാമ്പാർ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, അധികം കുറുകിയുമല്ല അധികം ലൂസായിട്ടല്ലാത്തൊരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഇത് ഇഡലിയുടെയും ദോശയുടെയും ചോറിൻ്റെയും എല്ലാം കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ വേറെ വെജിറ്റബിൾസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ വേഗം തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാറാണ്. ഉള്ളി എല്ലാ വീടുകളിലും ഉണ്ടാവും, പരിപ്പുണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാർ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ കുക്കിംഗ് ഇഷ്ടമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.